ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പുതുമയാർന്ന ഒരു വിഭവമാണ്. ബിസ്ക്കറ്റും ബനാനയും വെച്ചിട്ടൊരു ഡെസേർട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 300 ഗ്രാം പാർലേജി ബിസ്ക്കറ്റ് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നന്നായി അങ്ങ് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് 50 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ്, അത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് നമുക്ക് ബിസ്ക്കറ്റ് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. അതിനെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പായി കിട്ടിയിട്ടുണ്ട്. ക്രീമിൻ്റെ പകുതി ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമാണ്. ഒരു പോർഷനിലോട്ട് ഞാൻ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഉരുക്കിയെടുത്തതാണ്, അതിനെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കിയ വിപ്പിംഗ് ക്രീമിനെ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇനി മറ്റൊരു പോർഷനെ നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ബനാന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പഴവും എടുക്കാം. സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ 4 ഗ്ലാസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യ ലെയറായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതിന് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വീതമാണ് അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ ഗ്ലാസ്സിലും അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് ചേർന്ന വിപ്പിംഗ് ക്രീമിനെ ഒരു ലെയറാക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ബിസ്ക്കറ്റ് പൊടിച്ചതിന് ഇട്ട് കൊടുക്കുകയാണ്. അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം, വെള്ള നിറത്തിലുള്ള വിപ്പിംഗ് ക്രീമിനെ ചേർത്ത് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചതിന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളുടെ ഗ്ലാസ് ഫില്ല് ചെയ്യുന്നത് വരെ നമുക്കിങ്ങനെ തന്നെ ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് വെള്ള വിപ്പിംഗ് ക്രീം വീണ്ടും വെച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. മറ്റൊരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ഡെസേർട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 5 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ. വളരെ എളുപ്പമാണ്, നല്ല സ്വാദുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.